ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തിങ്കിങ് തിങ്സ്. ഇന്ന് നമുക്കൊരു തയ്യൽ മെഷീനെ പരിചയപ്പെടാം. ഇതെൻ്റെ ഒരു സിംഗിൾ മെഷീനാണ്. പിന്നെ കുറച്ച് പഴയ മെഷീൻ ആയതുകൊണ്ട് അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഇളകിയിരിക്കുക കേട്ടോ. അത് നിങ്ങളൊന്നും വിചാരിക്കല്ലേ. ഇതാണ് ബോബിനും കേസും. പിന്നെ ഇത് ത്രെഡ് അറിയാമല്ലോ. പിന്നെ നമുക്ക് നൂലിടാൻ വേണ്ടിയിട്ട് ഈ മെഷീൻ്റെ ഈ സംഭവമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ മെഷീനിൽ ഇതെല്ലാം ഇങ്ങനെ തുരുമ്പെടുത്ത് ഒന്നും വർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബോബിനിൽ നൂലിടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഐഡിയ ഉപയോഗിക്കാം. ആദ്യം നമുക്കിതുപോലെ കൈകൊണ്ടൊന്ന് രണ്ട് ചുറ്റുകൾ ഇട്ടിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സൂചി, ഒരു പഴയ സൂചിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം എടുത്തിട്ട് അതിൽ ബോബിൻ ഇങ്ങനെ കോർത്തതിന് ശേഷം നമുക്ക് മെഷീൻ ഒന്ന് മെല്ലെ ചവിട്ടി കൊടുക്കുമ്പോൾ ഇതുപോലെ നൂല് ബോബിനിൽ ചുറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒട്ടുമുക്കാലും മെഷീൻ്റെയൊക്കെ ഇങ്ങനെ നൂല് ചുറ്റിയെടുക്കുന്ന ആ സംഭവമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം ഇതൊരു നമുക്കൊരു ഐഡിയ ആയിട്ട് പ്രയോജനപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നൂലൊക്കെ ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ബോബിൻ കേസിലിട്ടിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നൂല് അതിലൂടെ തന്നെ കോർത്തെടുത്തതിന് ശേഷം നമുക്ക് ബോബിൻ കേസ് ഇട്ട് കൊടുക്കാം. കുറച്ച് നൂലിങ്ങനെ വെളിയിലേക്ക് കിടക്കണം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ സാവധാനം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുകളിലൂടെയുള്ള നൂലിട്ട് കൊടുക്കാം. നന്നായിട്ട് ശ്രദ്ധിച്ച് ഇടുക. ഈ നൂലിടുന്ന ഭാഗം അവിടെ ഇവിടെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചൊന്നും ശരിയായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ നൂല് എന്നിട്ട് സൂചിയിലൂടെ ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം നമുക്ക് അടിനൂലെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ചക്രം ചെറുതായിട്ടൊന്നിങ്ങനെ കറക്കി ഫ്രണ്ടിലോട്ട് തന്നെ കറക്കി എടുക്കുമ്പോൾ അടിനൂലും കൂടി നമുക്കിങ്ങ് കോർത്ത് പോരും. എന്നിട്ട് ഈ രണ്ട് നൂലും കൂടെ ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഇനി നമുക്കൊന്ന് തയ്ച്ച് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോട്ടൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോട്ടൺ തുണിയിലാണ് അടിക്കാൻ പഠിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ചതുരത്തിലൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് അടിച്ചു നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 മടക്കായിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫോട്ടൊന്ന് മെല്ലെ ഉയർത്തിയിട്ട് അതിലോട്ട് തുണി ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടിക്കാൻ തുടങ്ങാം. ഇതുപോലെ തന്നെ പതിയെ നമുക്ക് ഇതിൻ്റെ 4 സൈഡ് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ്റെ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച്, വലിയ സ്റ്റിച്ച്, ചെറിയ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ലവ് യു ഓൾ.